ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ടിയാഗോ EV XZ+ ടെക് ലക്സ് LR എന്ന് പറഞ്ഞ ലോങ് റേഞ്ച് വേരിയൻ്റ് ആണ്. ആദ്യമായി ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. ഇൻഡിക്കേറ്റർ ഹാലജൻ ആണ്. പിന്നെ ഫ്രണ്ടിൽ ന്യൂ ഗ്രില്ല് വരുന്നുണ്ട്. വൈപ്പേഴ്സ് വരുന്നതാണെങ്കിൽ ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ആണ് വരുന്നത്. സെൻസറിലേക്ക് വെള്ളം വീഴുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വൈപ്പേഴ്സ് ആക്ടിവേറ്റ് ആവും. പിന്നെ വീല് വരുന്നത് 14 ഇഞ്ചിൻ്റെ ഹൈപ്പർ സ്റ്റൈൽ വീൽ കവറാണ് വരുന്നത്. പിന്നെ സൈഡ് പ്രൊഫൈലാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ചാർജിങ് പോയിൻ്റ് വരുന്നത്. ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് വരുന്നത്. ഇത് ടോപ്പ് ഓഫ് ദ മോഡലാണ്, അതുകൊണ്ട് ഇതിന് ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. വിത്ത് GPS ആണ് വരുന്നത്. പിന്നെ ബൈക്കിൽ വൈപ്പേഴ്സ് ഉണ്ട്, വിത്ത് വാഷേഴ്സ് ആണ് വരുന്നത്. പിന്നെ ബൈക്കിൽ ടെയിൽ ലൈറ്റ് വരുന്നത് ഹാലജൻ ആണ് വരുന്നത്. ഇതാണ് ബൈക്കിലത്തെ ക്യാമറ വരുന്നത്. നല്ല റെസൊല്യൂഷനുള്ള ഒരു ബാക്ക് ക്യാമറയാണ്. ബൈക്കിൽ 2 സെൻസേഴ്സും വരുന്നുണ്ട്. പിന്നെ ബൂട്ട് സ്പേസ് ആണ് പറയുന്നത്. 240 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ഇവിടെയാണ് ബൂട്ട് സ്പേസിൻ്റെ സ്പേസ് വരുന്നത്. ഇലക്ട്രിക്കലി ടെയിൽ ഗേറ്റ് റിലീസ് ചെയ്യുന്ന ബട്ടനാണ് വരുന്നത്. 240 ലിറ്ററിൻ്റെ അത്യാവശ്യം നല്ലൊരു വലിയ ബൂട്ടാണ് വരുന്നത്. വിത്ത് പാഴ്സൽ ട്രേ ആണ് വരുന്നത്. പിന്നെ 2 ഹുക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ടൂൾസ് കിറ്റ് വരുന്നത് സൈഡിലാണ്. സൈഡിൽ അത്യാവശ്യം വേണ്ട ഒരു ടൂൾസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. പിന്നീട് വരുന്ന വാർണിംഗ് ട്രയാങ്കിളും അങ്ങനത്തെ റിഫ്ലക്ടറുള്ള സാധനങ്ങൾ വരുന്നുണ്ട്, അത് ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതാണ് ഫ്രണ്ട് ഡോർ വരുന്നത്. 4 ഡോറും പവർ വിൻഡോയാണ്. ഡ്രൈവർ സൈഡ് 1 ടച്ച് ഡൗൺ ആയിരുന്നു വരുന്നത്. പിന്നെ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ട് മിററാണ്. പിന്നെ 6 വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സൈഡ് സീറ്റാണ് വരുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നീട് AC വെൻറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ടിനകത്താണ് AC വെൻറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ വരുന്നത്. കോ ഡ്രൈവർ സീറ്റ് വരുന്നത്. പിന്നീട് പുതിയ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. ഇലുമിനേറ്റ് ആയിട്ടുള്ള ലോഗോയുള്ള പുതിയ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരുന്നത്. പുതിയ സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെയാണ് വരുന്നത്. ഇലുമിനേറ്റഡ് ആയിട്ടുള്ള വോളിയം അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനുമുള്ള ബട്ടൺസ് വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് ഈ മോഡലിൽ. പിന്നെ ഇതാണ് ഡിസ്പ്ലേ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരുന്നത്. ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിൽ വരുന്നുണ്ട്. ഇതാണ് പുതിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ 26.3 സെൻറ്റിമീറ്ററുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം ടച്ച് റെസ്പോൺസുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല വ്യൂയിങ് ആംഗിൾസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൽ വരുന്നത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വയർലെസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നീട് ഇതാണ് റീജനറേഷൻ്റെ ബട്ടൺസ് ആണ് വരുന്നത്. പിന്നെ 45 വോട്ടിൻ്റെ ഒരു Type C ചാർജർ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ഗ്ലോ ബോക്സ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂൾഡ് ഗ്ലോ ബോക്സ് ആണ്. നമുക്ക് സാധനങ്ങളൊക്കെ അത്യാവശ്യം കൂളായിട്ട് വെക്കാനായിട്ട് സാധിക്കും. പിന്നെ 2 ട്വീറ്റർ വരുന്നുണ്ട് പില്ലറിൽ. ഇതാണ് ഡ്രൈവ് മോഡ് സെലക്ടർ വരുന്നത്. പിന്നെ ഇതാണ് ബാക്ക് ഡോറിലെ കാഴ്ചകൾ. ഒരു ബൈക്കിലെ വിൻഡോ ഇതാക്കാനായിട്ട് ബട്ടൺസ് വരുന്നുണ്ട്. ഇതാണ് ബാക്ക് സീറ്റ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു സീറ്റാണ് വരുന്നത്. നല്ല കുഷ്യനായിട്ടുള്ള സീറ്റാണ് വരുന്നത്. ഇത് പൊങ്ങിയിരിക്കുന്നുണ്ട്. തൈ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. ഇതാണ് സെൻട്രൽ ടണൽ. വലിയ വലുപ്പത്തിലില്ല. സെൻട്രൽ ടണൽ ഒരു കുപ്പി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെയും ഡോറിലും ഒരു നല്ലൊരു കുപ്പി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നീട് ഇതാണ് നമുക്ക് തൈ സപ്പോർട്ട് വരുന്നത്. തൈ സപ്പോർട്ട് ഓക്കെയാണ്, നല്ലൊരു തൈ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ആ വശം പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് തൈ സപ്പോർട്ട് ലഭിക്കുന്നതാണ്. ഹെഡ് റൂമും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്.